ഹലോ, എന്നാൽ പ്രാന്തിനെ പോലെ തന്നെയല്ലേ ഞാൻ എൻ്റെ മുടിയുടെ ഇത് കണ്ട ഇങ്ങനെ ശരിക്കും ചുരുണ്ട മുടിയായിരുന്നു. അപ്പം മുടി കട്ട് ചെയ്ത് അപ്പോൾ ചെറിയ മുടി ആയപ്പോഴത്തേക്കും പഴയ മുടി, അതായത് പുതിയ മുടി വന്നതൊക്കെ വീണ്ടും ചുരുണ്ടുകൊണ്ട് വരുന്നു. അപ്പോൾ ഞാനിതൊന്ന് തന്നെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇവിടെ ആകുമ്പോഴത്തേക്കും നമ്മൾ എത്രയാണെന്നറിയത്തില്ല, ഞാൻ പാർലറൊന്നും ഇവിടെ പോയിട്ടില്ല. അപ്പം എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് കണ്ടാലോ എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് കാണാം. ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. കോമ്പ്, പിന്നെ അതെ ഒരു ഷാമ്പു, അതായത് നമ്മൾ പ്രീ ട്രീറ്റ്മെൻറ്റിനും മുന്നേ ആയിട്ടുള്ള ഷാമ്പു ആണ്. ഇതാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്രീം. പിന്നെ ഒരു ഗ്ലൗവ്, ബ്രഷ്, പിന്നെ ഒരു ക്ലിപ്പ്, 2 ക്ലിപ്പ്. ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനം വെച്ചിട്ട് ഇതിനകത്ത് അതേപോലെ ഇൻസ്ട്രക്ഷനും പറയുന്നുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നേക്കുന്നതാണ്. അതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ 2 തവണ ഷാമ്പു ഇട്ട് ഹെയർ വാഷ് ചെയ്തു. അപ്പോൾ അതേ ഹെയർ വാഷ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് മുടിയിരിക്കുന്നത്. വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലോ ഡ്രൈ ആണ്. അപ്പോൾ ഇനി ബ്ലോ ഡ്രൈ ചെയ്യാം. ഓക്കെ, മീഡിയം ഹീറ്റിൽ ബ്ലോ ഡ്രൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഫുള്ളൊന്നും നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ കെരാറ്റിൻ ഇടാൻ പറ്റുള്ളൂ, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെയർ ഏകദേശം ഇതേപോലെ ഇരിക്കുന്നു, നമ്മുടെ സത്യസായി ബാബയുടെ ഒക്കെ ഹെയർ പോലെ. അപ്പോൾ ഇനി ഇത് നമുക്ക് ക്രീം, സ്ട്രൈറ്റനിങ് ക്രീം ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാം. അപ്പം അതിൽ പറഞ്ഞ പോലെ പാർട്ടീഷൻ എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 2ആയിട്ട് പാർട്ടീഷൻ എടുത്ത് ഹാഫ് ചെയ്യാമെന്ന്. കാരണം എൻ്റെ ഹെയർ കുറച്ച് ലെങ്ത്ത് കുറവാണെങ്കിൽ പോലും തിക്നെസ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി പാടാണ് ഇത് ഒന്ന് ഒതുക്കി സെറ്റാക്കി എല്ലാം കൂടെ ഹെയർ ഇതാക്കി വരാനായിട്ടേ. അപ്പം വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പം ഇങ്ങനെ ഫസ്റ്റ് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് പിന്നീട് ഇത് ഇത്രയും ഹെയർ ഉണ്ട്, ഇത് കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാനിങ്ങനെ 1, 2, ഇവിടെ 1, 3, 4 പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തെ വെറുതെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യട്ടെ. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് അങ്ങനെ തുടങ്ങാം. അപ്പോൾ ഇതിൽ നമുക്ക് ക്രീം തേക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതേ എല്ലായിടത്തും നമ്മൾ തേച്ചിട്ട് വെച്ചേക്കുവാണ്. 20 മിനിറ്റ്സ് വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലോ ഡ്രൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഇത് ഹെയർ വാഷ് ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അനുസരിച്ച് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ സ്ട്രൈറ്റനിങ് കൊണ്ട് സ്ട്രെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡ്രൈ ചെയ്യാൻ പോവാണ്. ഡ്രൈ ചെയ്തിട്ട് നമുക്കിത് സ്ട്രൈറ്റ്നർ കൊണ്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. സ്ട്രെയിറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ടല്ലേ, നന്നായിട്ടുണ്ട്. ആദ്യമായിട്ട് സ്ട്രെയിറ്റ് ചെയ്യുന്നത് മറ്റേ എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്നാണ്, ബോബ് ടീച്ചോണിൻ്റെ. അടിപൊളിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ രണ്ടാമത് ഞാനതിന് റൂട്ടിങ് ചെയ്ത് അങ്ങ് ദൂരെ വരെ പോകാൻ വയ്യാത്തതുകൊണ്ട് വീട്ടിനടുത്ത് തന്നെയായിരുന്നു. പക്ഷെ അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ റൂട്ടിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ പെർഫെക്ഷൻ കിട്ടത്തില്ലെന്നാണ്. ഇപ്പം ഞാൻ അതിനു ശേഷം ചെയ്തതാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല പെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് സത്യമല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അവർ ചെയ്തത് തെറ്റാണെന്ന് വരുത്താതിരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ചെയ്തതാണ്, നല്ല പെർഫെക്ഷൻ ഉണ്ട്, കൊള്ളാം. അത്രേ ഉള്ളൂ ഇന്ന് എൻ്റെ വീഡിയോ. ബൈ.